ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രസ്സാണ് ഇവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഫ്രോക്കായും ഉപയോഗിക്കാം, ജീനിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ടോപ്പായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലുള്ളൊരു പ്ലെയിൻ ഫാബ്രിക് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 5 വയസ്സുള്ള മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫാബ്രിക് ഇതുപോലെ 4 ആയി മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്നും ഒരു 5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കുക. അതായത് 2 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മുകൾ ഭാഗത്ത് 1 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് എലമെൻസിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിക്കിവിടെ 23 ആണ് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിനോട് 5 ഇഞ്ച് ഞാൻ പ്ലസ് ചെയ്തതിന് ശേഷം 28 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ 28 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. ഓക്കെ, നമ്മളിതിൻ്റെ ഷോൾഡറും നെക്കെല്ലാം മാർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ലൈനിൽ നിന്നാണ്. ഇതിന് ആക്ച്വലി എത്രയാണ് ഷോൾഡർ വേണ്ടതെന്ന് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എലാസ്റ്റിക് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 15 ഇഞ്ചാണ് ഇതുപോലെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ 15 ഇഞ്ച് ഞാൻ ആദ്യം തന്നെ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണ് ആം ഹോൾ വേണ്ടത് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ നെക്കിൽ നിന്ന് ഷോൾഡറിലേക്കുള്ള ഒരു അകലം ഉണ്ടാവില്ലേ, ആ അകലം പ്ലസ് 1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ നെക്കും ഷോൾഡറും തമ്മിൽ 2 ഇഞ്ചിൻ്റെ അകലമാണ് ഉള്ളതെങ്കിൽ അതിനോട് പ്ലസ് 1 ചേർത്ത് 3 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ അളവ് അതിനനുസരിച്ചിട്ട് മാറ്റം വരും. ഓക്കെ, നമുക്ക് ഈ 2 പോയിന്റുകളാണ് നമുക്കിതിന് വേണ്ടത്. നമുക്കിതുപോലെ ഒന്ന് ക്രോസ് ആക്കി വരച്ചെടുക്കാം. നമ്മളിവിടെ റാഗ്ലൻ സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് ഈ പോയിന്റുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്കാണ്. അപ്പോൾ നെക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രയാണ് നെക്കിന് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അധികം ലെങ്ത്ത് കൊടുക്കാത്തതായിരിക്കും ഭംഗി ഉണ്ടാവുക. എലാസ്റ്റിക് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ, അതായത് നെക്ക് ഷേപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനു വേണ്ടി ഞാനിവിടെ ഇതൊന്നൊരു ബോക്സ് ആക്കി എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്കൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ എയർലൈൻ ഫ്രോക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഈ 2 ഭാഗങ്ങൾ തമ്മിലൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം സെൻറ്ററിൽ 1 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ സ്ലീവ് ഇതിനോടൊപ്പം തന്നെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരു 4 ഇഞ്ച് നമ്മളിവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ആ ഷോൾഡർ പോയിന്റിൽ നിന്നും ഒരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതെന്തിനാണ് നമ്മൾ ഈ 4 ഇഞ്ച് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു റാഗ്ലൻ സ്ലീവാണ് ചെയ്യുന്നത്. നമ്മൾ എലാസ്റ്റിക് ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ 4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എലാസ്റ്റിക് എല്ലാം ഇട്ട് വരുമ്പോൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ആയി മാറും. ഓക്കെ, അതിനെക്കൊണ്ട് ആ ഒരു ടെൻഷന് വേണ്ട. നമ്മൾ ഇതുപോലെ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തു. അതിനുശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ നീളം എത്രയാണ് വേണ്ടത് അത്രയും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു മോളായതുകൊണ്ട് ചെറിയൊരു സ്ലീവാണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.
നമ്മൾ റാഗ്ലൻ സ്ലീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ലീവ്സിൻ്റെ നീളം എത്രയാണോ അതിനോട് നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ വീതി ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ നമ്മുടെ സ്ലീവ്സിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക്കും നമ്മളിതിൽ എക്സ്ട്രാ കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ഇഞ്ച് ഷോൾഡറിന് വീതിയും 2 ഇഞ്ചിൻ്റെ ചെറിയൊരു സ്ലീവാണ് മോൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് 2 ഇഞ്ച് 4 ഇഞ്ച്. പിന്നെ ഞാൻ താഴ്ഭാഗം ഇതുപോലെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചും വിട്ട് കൊടുത്തു. അങ്ങനെ ടോട്ടൽ ഞാൻ ഇവിടെ 5.5 ഇഞ്ചാണ് സ്ലീവ്സിന് വേണ്ടിയിട്ട് വരച്ചെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ സ്ലീവിൻ്റെ നമ്മൾ ആം ഹോളിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും 5.5 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മളിതേ ഈ പോയിന്റിലൊക്കെ എത്തുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക. അവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ പോലും നമ്മൾ കയറിപ്പോകരുത്. നമ്മൾ വരച്ചെടുത്ത ലൈനിലൂടെ മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. നമ്മൾ ടോപ്പ് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ സ്ലീവും കട്ട് ചെയ്തു. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ സ്ലീവും ടോപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുമായിട്ട് നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ചേർച്ച് വെട്ടിയിട്ടുള്ള ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അതിന് മുകളിലൂടെ നമുക്കൊരു പ്രസ് സ്റ്റിച്ചും കൊടുക്കാം. ഓക്കെ. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള സ്ലീവ്സും ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ടോപ്പിന് ലൈനിങ് വെക്കേണ്ടവർക്ക് ലൈനിങ് വെക്കാം. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ലൈനിങ് വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിതുപോലെ മുകളിലേക്ക് വെച്ചിട്ടൊരു പ്രസ് സ്റ്റിച്ചും കൊടുത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് നമുക്ക് ഈ സ്ലീവ്സ് തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടില്ലേ ഫ്രണ്ട്സ്? ഇനി നമുക്ക് നമ്മുടെ ടോപ്പിന് ഇതുപോലെ നമ്മൾ 4ആക്കി മടക്കുക. കറക്റ്റ് അളവല്ലേന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ എക്സ്ട്രാ ഫാബ്രിക് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് വെച്ചെടുക്കുക അതിൻ്റെ മുകളിൽ തന്നെ. അതിനുശേഷം നമുക്കിതൊന്ന് വരച്ചെടുക്കണം. അതിനുശേഷം പുറത്തേക്ക് ഒരു 7 ഇഞ്ച് വീതം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് നിവർത്തി നോക്കിയാൽ കാണാൻ കഴിയും. ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇത് നമ്മുടെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പ് ഒന്ന് നിവർത്തി വെക്കുക. ഇതുപോലെ ഒന്ന് നെക്കിൻ്റെ ഭാഗം നിവർത്തി വെച്ചതിന് ശേഷം ടോപ്പിൻ്റെ ചീത്ത വശവും നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ റഫിൾസിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശവും അകത്തേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ടോപ്പിൻ്റെ ചീത്ത വശവും നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക്കിൻ്റെ നല്ല വശവും അകത്തേക്കാക്കി വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ പുറം തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഫാബ്രിക്കിൻ്റെ നല്ല വശം മുകളിലേക്കായിട്ട് കിട്ടുകയുള്ളൂ. അത് നന്നായി ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിന് ചുറ്റിലും ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ തട്ടരുത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇത് മുഴുവനായിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ പുറം തിരിച്ചെടുക്കാം. നമ്മുടെ ബോഡിയുടെ നല്ല വശത്തേക്ക് നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക്കും അതിൻ്റെയും നല്ല വശം വരുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ അരികുവശത്ത് കൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കണം. അതിന് ചുറ്റിലും നെക്കിന് ചുറ്റിലും നമ്മളൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കണം. അതുകൂടാതെ നമ്മളിതിൻ്റെ ഈ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് ചെയ്യുക. ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ ഇത് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ താഴ്ഭാഗം. അതുപോലെ നെക്കിന് കണ്ടില്ലേ, തൊട്ടരികിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ട് ഒന്നുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്കിതിൽ എലാസ്റ്റിക് അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനേക്കാളും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിൽ നിന്നും ഒരു 1.5 ഇഞ്ച് മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇതിലൂടെ വേണം നമുക്ക് എലാസ്റ്റിക് അകത്തേക്ക് കയറ്റിയെടുക്കാൻ. ഓക്കെ, നമ്മൾ 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എലാസ്റ്റിക് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ഇൻറ്റു 2 മൈനസ് 3 ഇഞ്ചാണ്. അതായത് 9 ഇൻറ്റു 2 18 ഇഞ്ച്. അതിൽ നിന്നും ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ 15 ഇഞ്ചാണ് അവിടെ ടോട്ടൽ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അതിനോട് കൂടി 1 ഇഞ്ച് ഞാനിവിടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 16 ഇഞ്ചാണ് ടോട്ടൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കൊരു സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ എലാസ്റ്റിക് നമുക്ക് ഈ നെക്കിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പതുക്കെ കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എലാസ്റ്റിക് മുഴുവൻ ഭാഗവും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ ബാലൻസ് കുറച്ച് പുറത്ത് തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു സാധനം വെച്ചിട്ട് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ്. കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ. നമ്മൾ കാര്യമായിട്ട് ഈ നെക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മുടെ ഈ എലാസ്റ്റിക്കിന് 2 അറ്റവശങ്ങളും നമുക്ക് വേണം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ നെക്കിൻ്റെ അകത്തേക്ക് വലിച്ചെടുത്തിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടില്ലായിരുന്നോ, അവിടെ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഞാനിവിടെ എലാസ്റ്റിക് മുഴുവനായിട്ട് അകത്തേക്കാക്കി. അതിനുശേഷം നമ്മൾ വിട്ടിട്ടുള്ള 1.5 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ, നന്നായിട്ട് റഫിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സ്ലീവ്സിൻ്റെ താഴ്വശം 1/2 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്.
പിന്നെ മെഷീനിൽ ലോക്ക് ഇല്ലാത്തവർക്ക് ഇതുപോലെ നൂല് വലിയുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു ലൈറ്ററുടെ സഹായത്തോടു കൂടിയോ മെഴുകുതിരിയുടെ സഹായത്തോടു കൂടിയോ ഇതിൻ്റെ അറ്റൊന്ന് ഇതുപോലെ ചൂടാക്കി എടുത്താൽ ആ നൂല് വലിയുന്നത് നിൽക്കും. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ്സിൻ്റെ താഴ്ഭാഗം 1/2 ഇഞ്ച് വീതം അകത്തേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെയും എലാസ്റ്റിക് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതിവിടെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് വേണ്ട എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഇതുപോലെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്ലീവ്സ് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതിൽ നിന്ന് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ മൈനസ് ചെയ്തതിന് ശേഷം അത്രയും അളവ് നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒരു സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടി അകത്തേക്ക് ഇതുപോലെ ഒന്ന് കയറ്റിയെടുക്കാം. പിന്നെ നമ്മൾ സ്ലീവ്സിൽ ഇതുപോലെ ഇങ്ങനെ എലാസ്റ്റിക് അകത്തേക്ക് കയറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ അവസാന വശം ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി എലാസ്റ്റിക് മുകളിലേക്ക് വലിച്ചെടുത്താൽ മതി. ആദ്യം നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി എലാസ്റ്റിക് മുകളിലേക്ക് വലിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ സ്ലീവ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിന് ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മളിവിടെ ഒരു 2 സ്ട്രാപ്പാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എലാസ്റ്റിക് വെച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാതെ സാധാരണ സ്ട്രാപ്പ് വെക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മളിവിടെ എലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഫാബ്രിക് എലാസ്റ്റിക് വെക്കാനുള്ള ഫാബ്രിക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ 2 ഇഞ്ച് വീതിയും 15 ഇഞ്ച് നീളവുള്ളൊരു ഫാബ്രിക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മുടെ ഈ ഫാബ്രിക്കിൻ്റെ ഇരുവശങ്ങളും അകത്തേക്കാക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ സാധാരണ സ്ട്രിപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇരുവശങ്ങളിൽ നിന്നും 1/2 ഇഞ്ച് വീതം അകത്തേക്ക് മടക്കി അതിന് വീണ്ടും ഒന്നുകൂടി നടുമടക്കി അരികുവശത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് അങ്ങനെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തിലൂടെ വേണം നമുക്ക് എലാസ്റ്റിക് കയറ്റിയെടുക്കാൻ. ഓക്കെ, അങ്ങനെ നമുക്ക് സ്ട്രിപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ സ്ട്രാപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ നെക്കിൻ്റെ ഇലാസ്റ്റിക് വെച്ച ഭാഗത്ത് ചുരുക്കുകളെല്ലാം എല്ലാ വശങ്ങളിലും ഒരുപോലെ തന്നെയല്ലേ എന്ന് നന്നായിട്ട് നോക്കുക. കറക്റ്റ് അളവിൽ എല്ലാ ഭാഗത്തും ചുരുക്ക് വരാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് ശേഷം ഇതുപോലെ പിടിച്ചെടുത്തതിന് ശേഷം ഇരുവശത്ത് നിന്നും ഒരു 2 ഇഞ്ച് വീതം അകത്തേക്ക് മാർക്ക് ചെയ്യുക. വലിയ ആളുകളാണെങ്കിൽ ഒരു 3.5-4 ഇഞ്ച് വരെ പോകാം. ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. നമുക്ക് ഈ സ്ട്രാപ്പ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ പോയിൻറ്റിൻ്റെ അകം വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇരുഭാഗങ്ങളിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലുള്ള സ്ട്രാപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ സ്ട്രാപ്പും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ ടോപ്പിൻ്റെ ഇരുവശങ്ങളും സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ താഴ്വശവും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ അടിവശം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ 2 ഇഞ്ചാണ് അകത്തേക്ക് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ ഞാൻ ഇവിടെ ഫ്രോക്ക് മുഴുവനായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വശങ്ങളും അതുപോലെ ഫ്രോക്കിൻ്റെ താഴ്വശമൊക്കെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന കളർ വെച്ച് ഫാബ്രിക് കൊണ്ട് നമുക്ക് ഇതുപോലൊരു ഫാബ്രിക് ബെൽറ്റ് ബോ ചെയ്തെടുക്കാം. ഈ ഫാബ്രിക് ബെൽറ്റ് ബോയിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. പിന്നെ അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ബെൽറ്റ് ഉണ്ടാക്കിയാൽ മതി. വലിയവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാബ്രിക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ബെൽറ്റ് മാത്രം ഉണ്ടാക്കുക. അതിനുശേഷം നമുക്കത് വെച്ചിട്ട് കെട്ടിയെടുക്കുന്നതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി എന്നോട് ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും എന്നോട് പറയാം. ഞാൻ അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.